ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, പിതാക്കന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 23 അതിൻ്റെ 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടി കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. മഹാദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, എല്ലാ അന്ധകാര ശക്തിയുടെ പദ്ധതികൾ മാറട്ടെ. കുടുംബ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്നു, കേൾക്കുന്നവരുടെ തലമുറകളെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഭവനമണ്ഡലത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് ജനത്തോട് ഇടപെടണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, കൂരിൽ താഴ്വര കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ദാവീദ് പറയുകയാണ്, ഞാൻ കൂരിരുൾ താഴ്വര കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അത് ഒരു ഭക്തന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തന് മാത്രമേ അത് പറയുവാൻ സാധിക്കത്തുള്ളൂ. കൂരിൽ താഴ്വര കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൂരിൽ താഴ്വരയിലൂടെ പോകുന്ന അനുഭവം കാണും. ഒരുപക്ഷെ നമ്മുടെ കുടുംബ തകർച്ചയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് തകർച്ചകളായിരിക്കാം, ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൂരിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ദാമ്പത്യ ജീവിതം പരാജയമായിരിക്കാം. അത് നമുക്കൊരു കൂരിരുൾ താഴ്വരയാണ്. ഈ താഴ്വരയിൽ നാം രക്ഷ പ്രാപിക്കുവാൻ, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചിതനാകുവാൻ സാധിക്കുമെന്ന് വെച്ചാൽ, നാം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവനായി, അവനിൽ വിശ്വസിക്കുന്നവനായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ, അതിനെ മാറ്റുന്ന ഒരു ദൈവിക സ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പം നാം യഹോവയിൽ ആശ്രയിക്കുന്നവരായി മാറുവാൻ സാധിക്കണം. ആ യേശു ക്രിസ്തുവിൽ നാം ആശ്രയിച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് നൽകപ്പെടുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കൂരിരുളിൻ്റെ അനുഭവമാണോ, തകർച്ചയുടെ അനുഭവമാണോ? ഒരുപക്ഷേ നിൻ്റെ ജീവിതത്തിൻ്റെ കൂരിരുളിൻ്റെ അനുഭവം എന്താണ്? ഫൈനാൻസ് മേഖലകളാണോ? ഒരു കാരണവശാലും ഉയരത്തില്ലെന്ന് പറയുന്ന അനുഭവമാണോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ കൂരിരുൾ അനുഭവം, നീ തകർന്നു പോകുന്ന അനുഭവം, അതിൽ നിന്നെല്ലാം എൻ്റെ ദൈവം നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അതിൽ നിന്നെല്ലാം നിന്നെ എൻ്റെ ദൈവം സഹായിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. സങ്കീർത്തനം 46 അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പം നമ്മുടെ കൂരിരുൾ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, നാം ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ ആശ്രയം വെക്കുമ്പോൾ, അവൻ നമുക്ക് സഹായകനായി, തുണയായി, ആശ്രയകനായി, അവൻ നമ്മളെ കരുതുന്നവനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിൻ്റെ 4-ാം വാക്യം, സങ്കീർത്തനം 46:4. ഒരു നദി കൊണ്ട് അതിൻ്റെ തോടുകളെ, ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ കൂരിരുളിൻ്റെ അനുഭവം കടന്നു വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ ഇരച്ചിൽ പോകുള്ള കൂരിരുള്ള അനുഭവങ്ങൾ കാണാം. അതേ സങ്കീർത്തനം 46:2-3 പറയുന്നത് പോലെ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യേ വീണാലും, അതേ കുലുങ്ങുന്ന അനുഭവം, നീ ഇല്ലാതാക്കുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. കൂരിരുളിൻ്റെ അനുഭവം,
ഭയപ്പെടുത്തുന്ന അനുഭവം, നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിന്നെയും തന്നെ ഇല്ലാതാക്കുമെന്ന് വിളിച്ചു പറയുന്ന, അതേ പ്രഖ്യാപിക്കുന്ന അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ നീ അതൊന്നും കണ്ട് ഭയപ്പെടാതെ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഞാൻ പറയണം, ഞാൻ എൻ്റെ കർത്താവിനാൽ ഈ വിഷയങ്ങളും കൊണ്ടൊന്നും കണ്ട് ഞാൻ ഭയപ്പെടുന്നവനല്ല. എൻ്റെ ദൈവത്താൽ ഞാൻ ജയം പ്രാപിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് നമുക്ക് ദാവീദിനെ പോലെ പറയുവാൻ സാധിക്കണം. കഷ്ടതയുടെ മധ്യയിൽ നമുക്ക് പറയുവാൻ സാധിക്കണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരുത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ കൂരിരുളുടെ അനുഭവം കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് വിട്ട് ഓടിപ്പോകുന്നവരല്ല, ദൈവസന്നിധിയിലോട് ചേർന്നിരുന്നു കൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവേ, നീ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എൻ്റെ നീതിപാതകളിൽ നടത്തുന്നു. ആ കർത്താവിൻ്റെ തിരുനാമനിമിത്തം അവൻ നിൻ്റെ നീതിപാതകളിൽ നടത്തുന്ന ദൈവമാണ്. കൂരിരുൾ താഴ്വയിലൂടെ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, അവൻ നിന്നെ നീതിപാതകളിൽ നടത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ നീതിപാതകളിൽ നടത്തി അവൻ നിന്നെ പരിപാലിച്ചു നടത്തുന്ന ദൈവമാണ്. സങ്കീർത്തനം അതിൻ്റെ 27:1, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. നാം കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദിനെപ്പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കാമികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയത്തെ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഒരു യഹോവ ഭക്തനെ, ഒരു ദൈവഭക്തൻ പറയുവാൻ സാധിക്കുന്നത്, അത് കൂരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടാത്ത ഒന്നാമത്തെ കാരണം അവൻ എന്നോട് കൂടെയുണ്ട്. രണ്ടാമത്, യഹോവ എൻ്റെ വെളിച്ചവും, യഹോവ എൻ്റെ വെളിച്ചമാണ്, കർത്താവിൻ്റെ വെളിച്ചമാണ്. മൂന്നാമത് അവന് പറയുവാൻ സാധിക്കുന്നത്, അവൻ എൻ്റെ രക്ഷകനാകുന്നു. അത് എന്നെ കേൾക്കുന്ന നാലാമത് അവൻ ഒരു ഭക്തന് പറയുവാൻ സാധിക്കുന്നത്, ഞാൻ ആരെ ഭയപ്പെടും. അഞ്ചാമത് പറയുന്നത്, യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും. അപ്പോൾ ഒരു ഭക്തൻ കൂരിൽ താഴ്വരെ കൂടി നടക്കുമ്പോൾ അവനൊരു പ്രത്യാശയുണ്ട്. എന്നെ സഹായിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ രക്ഷിക്കുന്ന, എനിക്ക് വെളിച്ചമായി നിൽക്കുന്ന, എന്നെ സഹായിച്ച് എനിക്ക് വെളിച്ചം പകരുന്ന ഒരു ഇടയനുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നാം കടന്നുപോയാൽ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് കാണുവാൻ സാധിക്കും. കൂരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നീ തകർന്നു പോയി ഇല്ലാതാകുമെന്ന് നിൻ്റെ ദേശനിവാസികൾ, ബന്ധുമിത്രാദികൾ പറയുമ്പോൾ, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ എൻ്റെ ശത്രുക്കളുടെ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇന്ന് തകർന്നിരിക്കുന്ന കുടുംബജീവിതമേ, നീ കർത്താവിൽ വിശ്വസിച്ചാൽ നീ തകരുമെന്ന് പറയുന്ന മധ്യയിൽ അവൻ അവിടെ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന
മേശയൊരുക്കുന്ന, അവർ കാണെ നിന്നെ ദേശമണ്ഡലത്തിൽ ഉയർത്തുന്ന, നിൻ്റെ തലമുറകളെ ഉയർത്തുന്ന, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക കരുതലിനെ അവൻ ദേശമധ്യത്തിൽ കാണിക്കുന്ന ദൈവമാണ്. അവൻ അനേകരുടെ മധ്യയിൽ നിനക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോൾ കൂരിരുൾത്താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, അവൻ നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്ന ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേ, കൂരിരുൾത്താഴ്വര കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട ജനത്തെല്ലാം അനുഗ്രഹിക്കുന്നു. കൂരിരുൾത്താഴ്വരയുടെ കടന്നു വന്ന അനേക കുടുംബങ്ങളുണ്ട്. എല്ലാ ശൂന്യാവസ്ഥകൾ മാറി ഒരു നിറവിനെ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ കൂരിരുളനുഭവങ്ങൾ മാറട്ടെ. ഒരു സമൃദ്ധിയുടെ കാലത്തെ കൽപ്പിക്കുന്നു. എല്ലാ നിരാശകൾ ഭവനത്തിൽ നിന്ന് മാറട്ടെ. കലഹങ്ങൾ ഭവനത്തിൽ നിന്ന് മാറട്ടെ. അസമാധാന ശക്തികൾ മാറട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഈ വചന മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.